സി നമ്മൾ കഴിഞ്ഞ ദിവസം ഫോക്കസ് ഔട്ടിൽ ഈ വിഷയം ഒന്ന് എൻ്റെ ആദ്യഘട്ട വാർത്തകൾ വന്നപ്പോൾ തന്നെ സംസാരിച്ചിരുന്നു. അന്നും ഇന്നും നിലപാട് എന്ന് പറയുന്നത് രാജ്യം ഏറ്റവും ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നിലനിൽക്കുന്ന സമയത്ത് ആ രാജ്യത്തിനെതിരെ സംസാരിക്കുന്ന ആര് തന്നെയായാലും അത് പ്രത്യേകിച്ച് അത് ഇന്ത്യക്കുള്ളിലോ ഇന്ത്യക്ക് പുറത്തുള്ളതോ ആരായാലും അത് രാജ്യവിരുദ്ധരാണ് എന്നുള്ള നിലപാടാണ് എനിക്കുള്ളത്. നോക്കൂ, പഹൽഗാം ഭീകരാക്രമണം പോലെ ഒരു ആക്രമണം നടന്നത് കൃത്യമായി മതം ചോദിച്ചു വന്ന് ആളുകളെ കൊന്നുകളയുകയായിരുന്നു. കലിമ ചൊല്ലാത്ത ആളുകാരെ കൊന്നുകളയുകയും സ്ത്രീകളെ വിധവകളാക്കുകയും ചെയ്ത വളരെ വ്യക്തമായ ബ്രൂട്ടൽ കില്ലിംഗ് ആണ് നടന്നത്. ഇതിനെക്കുറിച്ച് ഷാഹിദ് അഫ്രീദി പറഞ്ഞത് അത് ഇന്ത്യയിലെ പട്ടാളക്കാർ തന്നെ അല്ലെങ്കിൽ ഇന്ത്യക്കാർ തന്നെ എക്സിക്യൂട്ട് ചെയ്ത ഭീകരാക്രമണമാണ്. ഇവിടെ ഒരു പടക്കം പൊട്ടിയാൽ പോലും അതിന് വേണ്ടി പാകിസ്ഥാനിലേക്ക് വിരൽ ചൂണ്ടുകയാണ് ഇന്ത്യൻ സർക്കാർ എന്ന് പറഞ്ഞ് പഹൽഗാം ഭീകരാക്രമണത്തെ ഏറ്റവും നിന്ദ്യമായി ഏറ്റവും മോശമായത് ഇന്ത്യയുടെ തലയിൽ കൊണ്ടുവെക്കുന്ന രീതിയിൽ സംസാരിച്ച ഒരു വ്യക്തിയാണ് ഷാഹിദ് അഫ്രീദി. ഷാഹിദ് അഫ്രീദി എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം അവിടെ ഏതെങ്കിലും തരത്തിലുള്ള ഭീകര പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന വ്യക്തിയൊന്നുമല്ല, അത് നമുക്ക് വ്യക്തമായി അറിയാം. പക്ഷേ ഒരു ഭീകരവാദിയെ സംരക്ഷിക്കുകയോ സപ്പോർട്ട് ചെയ്യുകയോ മാനസികമായെങ്കിലും ചെയ്യുന്ന ഒരാളും തീവ്രവാദ പ്രവർത്തനം ചെയ്യുന്നുവെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അങ്ങനെയുള്ള ഒരു ഷാഹിദ് അഫ്രീദിയെ ഇന്ത്യക്കാർ, അതും കേരളത്തിലെ നമ്മൾ, എന്തുകൊണ്ടാണ് പ്രത്യേകിച്ച് കേരളക്കാരെ എടുത്ത് പറയുന്നതിന് ഒരു കാരണം, നമ്മൾ ബൗദ്ധികമായി എന്തോ വലിയ സംഭവമാണെന്ന് സ്വയം അവകാശപ്പെടുന്ന, ഞങ്ങൾ ഇന്ത്യയിലെ മറ്റിതര സംസ്ഥാനങ്ങളെക്കാൾ മെച്ചപ്പെട്ട വിദ്യാഭ്യാസമുണ്ടെന്ന് പറയുന്ന അവകാശപ്പെടുന്ന ആളുകളാണ്. അപ്പം ഇങ്ങനെ ഒരു ഘട്ടത്തിൽ നിലനിൽക്കുമ്പോൾ അങ്ങനെയുള്ള ആളുകൾ തന്നെ ഷാഹിദ് അഫ്രീദിയെ വിളിച്ചുകൊണ്ട് സ്റ്റേജിൽ, ഞാൻ ആ വിഷ്വൽ മുഴുവൻ കണ്ടതാണ്, കൈയടിച്ചും കരഘോഷം മുഴക്കിയും ബൂം ബൂം അഫ്രീദി എന്നാണ് പറഞ്ഞുകൊണ്ടാണ് ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നത്. അപ്പോൾ അവർക്ക് അറിയില്ലായിരുന്നു എന്നുള്ളതൊക്കെ ചുമ്മാ ചപ്പടാച്ചി പറയുകയാണ്. അവർക്ക് വ്യക്തമായി അതിനെക്കുറിച്ച് ധാരണയുണ്ടായിരുന്നു. അവർ വിളിച്ചു കയറ്റി മൈക്ക് കൊടുത്തു. അയാൾ അഡ്രസ്സ് ചെയ്യുന്ന സമയം അത്രയും ക്ഷമയോടെ കേട്ടു. കേരളം എൻ്റെ പ്രിയപ്പെട്ട സംസ്ഥാനമാണെന്ന് പറയുമ്പോൾ അവിടുന്ന് കരഘോഷം വരുന്നു. കേരളത്തിലെ ഭക്ഷണം എനിക്ക് ഭയങ്കര ഇഷ്ടമെന്ന് പറയുമ്പോൾ കരഘോഷം വരുന്നു. അല്ല, ഇത് ഷാഹിദ് അഫ്രീദി ആണെന്ന് അറിയാഞ്ഞാണോ ഒന്ന് കൈയടിച്ചത്? ഇത് ഞങ്ങൾ വിശ്വസിക്കണം എന്നാണോ നിങ്ങൾ പറയുന്നത് എന്നാണ് എനിക്ക് ഈ അലുമിനി നടത്തിയ അല്ലെങ്കിൽ ബന്ധപ്പെട്ട സംഘാടകരോടും പങ്കെടുത്ത ആൾക്കാരോടും ചോദിക്കാനുള്ളത്. ഇവരുടെ പാസ്പോർട്ട് റദ്ദാക്കണം എന്നൊക്കെ തരത്തിലേക്ക് ഇതിനെ കൊണ്ടുപോകേണ്ടതുണ്ടോ എന്നുള്ളതൊക്കെ അത് ഗവൺമെന്റ് ഇടപെടേണ്ട കാര്യങ്ങളാണ്. അതിൽ എന്തെങ്കിലും ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ അതൊക്കെ അതിന് ബാക്കി പത്രങ്ങളായി ചെയ്യേണ്ടതാണ്.